സിദ്ധന്മാരുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്നത്. ആകാശത്ത് നിന്ന് ഇതെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഈ കറൻസി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമുക്ക് തരേണ്ടത് തന്നേ പറ്റും. നമുക്ക് തരാനുള്ള അഭിപ്രായം തരണം എന്നുള്ളത് കേരളത്തിൽ എല്ലാവരും കൂടി ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും കേരളത്തിൽ സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ പുറകോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ 4 വർഷം മുമ്പ് അവസാനിച്ച ഗവൺമെന്റിന്റെ 5 വർഷം കാലയളവിനേക്കാളും 40,000 കോടി അധികമാണ് ഇപ്പോൾ ഒരു വർഷം ചെലവാക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടേണ്ട പണം വലിയ വെട്ടിക്കുറച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല. അവിടെ ഷോർട്ടേജ് ഉണ്ട്. ഇത്രയും വെട്ടിക്കുറച്ചിട്ട് നമുക്ക് ആ ഷോർട്ടേജിൽ ഇടക്കുന്നതാണ് നിൽക്കുന്നത്. ആ ഷോർട്ടേജ് വന്നിട്ടും എക്കണോമിക് സർവേ പറയുന്നു കേരളം പല കാര്യങ്ങളും പിന്നെ വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ വളരെ മെച്ചമാണ് പറയുന്ന അഭിമാനകരമായ സ്ഥിതി വേണം. അവിടെയാണ് നമ്മൾ റബ്ബറിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രവാസികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക സഹായം ചോദിച്ചു. റബ്ബറും പ്രവാസികളും നിൽക്കട്ടെ. വയനാടിന്റെ കാര്യത്തിൽ പോലും ചെയ്യാത്ത ആളുകളെ പറ്റി പിന്നെ നമ്മളെന്താ പറയാനുള്ളത്? ഈ വയനാടിന്റെ അവതരിപ്പിച്ചത് കേരള ബജറ്റല്ലല്ലോ, കേന്ദ്ര ബജറ്റല്ലേ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ അവതരിപ്പിച്ചത് കേരള ഫ്രണ്ട്ലി ബജറ്റാണ് BJP അവകാശപ്പെടുന്നത്. ഇതെല്ലാം കേരള ഫ്രണ്ട്ലി ആണെന്ന് അവർക്ക് തോന്നുന്നത്. കേരള BJP ഫ്രണ്ട്ലി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം BJPക്ക് ഗവൺമെന്റിലൊന്നും ഇതില്ല. അതുകൊണ്ട് തൽക്കാലം BJPക്ക് ഇഷ്ടപ്പെടുന്ന ബജറ്റ് മതി എന്നാണ് ഇപ്പോൾ BJP നേതാക്കന്മാരുടെ. ഞാനൊന്നും വ്യക്തിപരമായ ഓരോരുത്തരെ പറ്റി പറയുന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി വന്നു, അവിടെ വലിയൊരു അദ്ദേഹം കുഞ്ഞുങ്ങളെ എടുത്തു, ഫോട്ടോ എടുത്തു, വളരെ വലിയൊരു സ്നേഹവിശേഷമായ പ്രവർത്തനമെല്ലാം നമ്മൾ വിചാരിച്ചത് ഇതിനൊരു പരിഗണന കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുമെന്നാണ്. കിട്ടിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി തുറന്നൊരു സമീപനം വേണം. ഇന്ന് ഇങ്ങനെ വരുന്ന ഒരു വിഷമം വരുമ്പോൾ മുഴുവൻ ആളുകളെയും കളിയാക്കുന്ന തരത്തില്ല. ഒരു മുറിവുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞു എന്ന് പറയുമല്ല, മുറിവിനകത്തപ്പം ഉപ്പ് കൂടെ പിറക്കുന്ന തരത്തിലേക്കാണ് BJP നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ്. അത് അവരുടെ രാഷ്ട്രീയമാണ്. അതിനെപ്പറ്റി കേരളത്തിന്റെ പൊതുവായി കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യം നമ്മൾ ഉയർത്തിയിരുന്നു. ഇപ്പൊ പിന്നെ ഇനി ഇത് കഴിഞ്ഞ് നോക്കണം അവരെന്താ. നമുക്കിപ്പോ ഈ ക്യാപെക്സ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉള്ള കടമെടുപ്പ് പരിധിയുടെ ആ ലെവലിൽ തന്നെ നിൽക്കുന്നതാണ്. ഇപ്പോൾ അഭ്യർത്ഥി തന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഈ കറണ്ട് ബഡ്ജറ്റ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും ഉയർത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ചില കാര്യം, ഉദാഹരണത്തിന് 6,000 കോടി NH-ന് വേണ്ടി നമ്മൾ അഡീഷണൽ അങ്ങോട്ട് കൊടുത്തില്ല. വാസ്തവത്തിൽ അതൊരു സബ്സിഡി ആയിട്ടോ കടമായിട്ടോ കൊടുത്താണ് NHA. അതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഒരു അനുവാദം തരും, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കേരളത്തിന് നമ്മൾ ആവശ്യം. അതുപോലെ കിട്ടിയിട്ടില്ല. അത് തരേണ്ടതാണ്. അപ്പം കടമെടുപ്പ് പരിധി ഉയർത്തുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന എലിജിബിൾ ആയിട്ടുള്ള പണം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുന്നു. ഈ നമ്മുടെ ബജറ്റിന്റെ റിവ്യൂ അതുകൊണ്ട് നമ്മുടെ 7-ാം തീയതിയാണ് നമ്മുടെ നിയമസഭയിൽ ബജറ്റ്. അന്നാണ് എക്കണോമിക് റിവ്യൂ അന്നാണ് വെക്കാൻ പറ്റുന്നത്. കാരണം അതിന് മുമ്പ് സെഷൻ ഇല്ലല്ലോ. സെഷൻ തുടങ്ങുമ്പോൾ അന്നാണ് നമ്മളെല്ലാം തീരുമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്രം ഒരു കുറച്ച് പണം തരുന്നത്, അതിനകത്ത് കുറച്ച് അവർ സർപ്രൈസ്ഡ് ആയിട്ട് ചില കണ്ടീഷൻസ് പറയുക. അതായത് യൂണിഫോം പാറ്റേൺ എല്ലായിടത്തും ഒരേപോലെ വേണമെന്നങ്ങനെ പറയാൻ പറ്റില്ല.